എഴുന്നേറ്റാവോ? ആ അവിടെയാണോ ഇത് പരിപാടി? ഞായറാഴ്ച ആയിട്ട് അവിടെ ഇരിക്കാതെ പള്ളി പോക്ലീറ്റോ. എടേ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ തന്നെ പോകണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരു പള്ളിയിലും പോകണ്ട. ആര് പറഞ്ഞു? പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അതെയോ? പണ്ടുള്ള ഏതാളാ പറഞ്ഞത്? ഒരാളുടെ പേര് പറ. പണ്ടുള്ള ആരെയൊക്കെ നിനക്കറിയാം? സ്വന്തമായിട്ട് ഓരോ കാര്യം അങ്ങ് പറയുക ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ആരുടെങ്കിലൊക്കെ പണ്ടുള്ള ആൾക്കാരുടെ തലയിൽ അങ്ങോട്ട് കെട്ടിവെക്കുക. ഇതാണ് ക്ലീറ്റോന്റെ സ്ഥിരം പരിപാടി. ചില കാര്യങ്ങളൊക്കെ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞത് അത് അച്ചട്ടാണ് നമ്മുടെ പ്രവൃത്തിയിൽ. ഇടീ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം എൻ്റെ പ്രാർത്ഥന, ഞാൻ എങ്ങും പോണില്ലല്ലോ, പക്ഷെ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ഒരു അല്ലലും ഇല്ലാത്ത. നിനക്ക് തയ്യലിന് വല്ല കുറവുണ്ടോ? എങ്ങനെയാന്ന് തല കുത്തന ഭയങ്കര പ്രാർത്ഥനക്കാരൻ. ആരെങ്കിലും നന്നാവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവോ? നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലല്ലേ പാർട്ടിക്ക് ഒരു ഉണർവുണ്ടാവുള്ളൂ. അത് പള്ളിയും പള്ളിക്കൂടം വേറെയാണ്. പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വേറെ സെക്ഷൻ. കുടുംബത്തിന് വേണ്ടി വേറെ സെക്ഷൻ. എന്താണ് പിടിച്ച് കടിച്ച് അവിടെ ഒന്ന് മെനയാക്കാൻ കടിക്കണോടി നിന്നെ. നിങ്ങൾക്ക് എന്തെന്നോട് ഇത്ര ദേഷ്യം? തക്കളി എവിടെ? തക്കളി അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അവിടെ പോയാ? എന്നിട്ട് രാവിലെ അവളെ അങ്ങോട്ട് പോയത്? നീ അവളെ ഇങ്ങോട്ട് വിളിക്കും. അവളെ ഇങ്ങോട്ട് വിളിക്കണേ, അവളെ അവിടെ പോയിരിക്കട്ടെ. എടീ ഇന്നലെ അവളെ എന്തോ ഒരു പുതിയ മറ്റേ സൂത്രക്കളിയായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇന്നലെ വരട്ടെ വിട്ടു. പഠിക്കുന്ന സമയത്ത് പഠിച്ചാൽ നമുക്ക് നാളെ കളിക്കാമെന്ന് പറഞ്ഞു. രാവിലെ എഴുതിയപ്പോൾ പിന്നെ അവളെ കാണാത്തോണ്ട് പക്ഷേ അവളെ നീ വിളിക്കും. ഞാൻ അവൾ അവൻ്റെ കൂടെ ഇരുന്ന് എന്താണ്ടൊക്കെ ചെയ്യാം. അപ്പം അങ്ങ് പോയുള്ളൂ. എൻ്റെ മോളല്ലേ അവള്, ഒന്ന് ഇങ്ങോട്ട് വിളി. അയ്യോ അയ്യോ എന്തൊരു, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പാടില്ലേ? അവൾ ഇങ്ങോട്ട് വിളിച്ചു തന്നാലേ കാര്യം. അങ്ങോട്ട് പോകാൻ പാടില്ല, വെറുതെ എന്തിനാണ്? നല്ലൊരു ഞായറാഴ്ച ആയിട്ട് അങ്ങോട്ട് പോവാറില്ലേ? അങ്ങോട്ട് പോണതിന് കുഴപ്പമില്ല. നിന്റെ ആങ്ങളുടെ വായിലെ നാക്കൊന്നും മര്യാദ വെച്ചോണ്ടിരിക്കാൻ പറയണം. ചുമ്മാ എന്നെ ചൊറിയാൻ പറ്റില്ലെന്ന് പറയാം. അവിടെ ഇരുന്നോ, വേണമെങ്കിൽ പോയി കൊച്ചിനെ വിളിക്ക്. വേണ്ട എന്ന് വെറുതെ. എന്നാ ഇങ്ങോട്ട് വാ, അതെ ഇതൊന്ന് മെനയാക്കിത്താ. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ ഉണ്ടാതിരുന്നോളാം, ആർക്കും ശല്യം ചെയ്യണില്ല. കേട്ട് മൂന്നല്ലേ? ഇനി മക്കൾ ഇനി എന്നെ നോക്ക്, മാമനെ നോക്കി ഇരുന്നിട്ട് വലിക്കണം. വലിച്ചേ ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ്. കേട്ടടി. ഓ കൊച്ചിനെയും പഴിക്കളഞ്ഞല്ല മാമൻ. അതെല്ലാം പറഞ്ഞു കൊടുത്തു മക്കളെ. പോട്ടെ, ഒന്ന് ചമ്മ ഇരിക്കണ്ട. അവളെ 10 രൂപ പറഞ്ഞു. അമ്മ കേട്ടാണല്ലേ? 10 രൂപ സമ്മതിച്ചാണ്. 2 രൂപ എനിക്ക് 6 രൂപ. 2 2 4 4 4 ഇന്നലെ ഒടിച്ചെന്റെ. ഇപ്പൊ ഒടിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത കളി കളിക്കാം നമുക്ക്. കൊറേ നേരം നമുക്ക് ശുഭകരം കളിക്കാം. വേണ്ട, ശുഭകരം വേണ്ട. എപ്പോഴും ശുഭകരം കളിക്കുന്നത് ശരിയാ. നിന്റെ ബുദ്ധി വികസിക്കുന്ന സാധനം പറഞ്ഞത്. ബുദ്ധി വികസിക്കുന്ന ഒരു കൈ നമ്മൾ അകത്തോട്ട് എടുക്കും. എടുത്തോ, എല്ലാവരും അകത്തോട്ട് എടുക്കും. ഇത് പുറത്തോട്ട് അല്ലമ്മ, അകത്തോട്ട് അകത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കടാ. അകത്തോട്ട് പുറത്തോട്ട് പോട്ടെ. ഇനി ഒരു കൈ പുറത്തോട്ട്. അതായത് അകത്തോട്ടും പുറത്തോട്ടും. ശരിയായോ? ഇത് 2 വെളിയിലോട്ട് പോയില്ലേ? 2 വെളിയിലോട്ട്. ശരിയാ. ഒരെണ്ണം അകത്തോട്ട്. നമ്മളെ ഇന്നലെ പറഞ്ഞ മറ്റേ കളി കളിച്ചാലോ? ഏത് കണക്കിലെ ബുദ്ധി വികസിക്കുന്ന എന്തോ കളിയാണ്. കണക്കിലെ പറഞ്ഞോ. നമ്മളുടെ കളിയാ. പൂജ്യം വെട്ടിക്കളിയാ. പൂജ്യം വെട്ടിക്കളിയാ. ഇത് ലോക തോൽവിയല്ലേ കളിയാ നീ? പൂജ്യം വെട്ടിട്ട് അതാണ് കണക്കിലെ കളികൾ. അതിൽ അവസാനം എത്ര കോള ഉണ്ടെന്ന് എണ്ണിയൊക്കെ എടുക്കണം. അതിൽ ഏത് കോള എങ്ങനെ അടയ്ക്കാൻ തുറക്കാം കളിക്കുന്ന കളിയല്ലേ എന്റെ പൊന്നളിയാ. ഇത് പറ്റുമോ? ഇത് ബുദ്ധി വികസിക്കുന്ന പരിപാടിയാ. നോക്ക്, ഒരു കൈതാ ഇങ്ങനെ അകത്തോട്ട് എടുക്കണം, ഒരു കൈ പുറത്തോട്ട് എടുക്കണം. ഭയങ്കര സംഭവം. കാണിക്ക്.
പിന്നെ കാണിക്ക്. നല്ല കളി ചോണോണ്ടെ കാണിക്ക്. ചോണോണ്ടെ കാണിക്കണം. കാണിക്ക് ഡാഡി ചോണോണ്ടെ കാണിക്ക്. കാണിക്കാൻ തോന്നുന്നു. കാണിക്ക് അകത്തോട്ട്. ആ, അതും അകത്തോട്ട്. ഇതെല്ലാം അകത്തോട്ട് തന്നെ, അവനെ പോലെ തന്നെ. അല്ലയാ ഒരു പാലോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അകത്തോട്ട് ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം പുറത്തോട്ട് കൊടുക്കണം. ഒരെണ്ണം അകത്തോട്ട്, ഒരെണ്ണം പുറത്തോട്ട്. ഇത് ഭയങ്കര കളി തന്നെ കൊച്ചു പിള്ളേർ. ഈ പിള്ളേരുടെ അടുത്ത് കളിക്കാൻ കൊള്ളാം. എന്നാക്കളെ നമുക്കത് കളിക്കാം. വാ. വേണ്ട ഡാഡി, ഇത് വേറെ എന്തെങ്കിലും ഉണ്ടോ കളിക്കാൻ? ഒരു ശരീരം അനങ്ങുന്ന ഒരു കളി ഞാൻ പറഞ്ഞുതരട്ടാ. നീ എഴുന്നേറ്റാണ് അറിയാലോ. ശരീരം കളിയാ. ശരീരം പളിയില്ല, അളി പൊയ്ക്കോ. നീ എവിടെ ഡാഡി എന്നല്ലേ? കാണട്ടെ പ്രേക്ഷകർ. കടൽ, ഇത് കര. അപ്പൊ ഞാൻ പറയുമ്പോ ചാടിക്കണം. നമ്മൾ കൊണ്ടുവരും. വേണ്ട, അവള് മതി. അവള് മതിയാ? ഓരോരുത്തരെ ആയിക്കോട്ടെ. അത് കുഴപ്പമില്ല. കടൽ, കര, കടൽ, കര, അളിയ ഓൾറെഡി കടലാ. കടൽ, കടൽ, കര, കര, കര. തെറ്റി, തെറ്റി. വാങ്ങ കളിച്ചില്ല. എന്തെന്ന് അമ്മ എനിക്ക് മനസ്സിലായില്ല. അമ്മ കടൽ, കടൽ, കര, കര, ഇതാണ് മുള്ള്. കടൽ, കര, കടൽ, 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 കര, കരൽ, കര, കര. കര. കര പറയുമ്പോ ചാടരുത്. പോയത് അതിനെ അറിഞ്ഞൂടാ. കടൽ, കര, കടൽ, കര, കര പറയുമ്പോ ചാടരുതല്ലോ. ഇവിടെ വന്നിട്ട് കര 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 പറഞ്ഞിരിക്കുക. ആ പെണ്ണവിടെ അകത്തൊറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്തെങ്കിലും പോയി സഹായിച്ചൂടെ? അതിന് വലിയ ജോലിയൊന്നുമില്ല. ആ ജോലി അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് വല്ലപ്പോഴും ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കടൽ, കര, കടൽ, കര ചാടിയാണ് നീ. എങ്ങനെ എവിടെ എങ്ങനെ? ഇത് മുള്ള്, കണ്ടോളൂ. ആ, ഇത് വര, അത് കടല്, ഇത് കര. ഇത് കര, അത് കടൽ. കര എന്ന് പറയുമ്പോ ഇങ്ങോട്ട് ചാടണം, കടൽ അങ്ങോട്ട്. കടൽ, കടാലല്ല കടൽ. അങ്ങോട്ട് ചാടണം. അതങ്ങനല്ലേ മാ? മാ ഇങ്ങനല്ലേ മാ? ഇവിടെ കര അല്ലേ, ഇത് കടൽ. റെഡി. ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ട്, അവസാനം അമ്മാവൻ കുളത്തിൽ വീണ് കാലൊടിഞ്ഞ് ഇവിടെ ഇരുന്നല്ല ഇവിടെ കരയായിരുന്നു. ഇതൊക്കെ ഞങ്ങള് ചെറുപ്പത്തിൽ എത്ര കളിച്ചിട്ടുള്ള അറിയാതൊക്കെ. അപ്പൊ ഇത് കര, ഇത് കര, ഇത് കടൽ. അങ്ങനെയാണ് കര, കടൽ. അപ്പൊ ഞാൻ ഇപ്പം ഉള്ളിൽ നിൽക്കണം. ആ മുള്ളി നിൽക്കണം. ആ പറഞ്ഞു. ഞാനും ഉണ്ട്. മുള്ളിലല്ല. ഇങ്ങനെ. ആ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കടലിലാണ്. അല്ല കരയില്. ഇപ്പൊ കരയില്ല. പറഞ്ഞോ. റെഡി. കടൽ, കര, കടൽ, കര, കര, കര. ഏതെങ്കിലും ഒന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് കളി. കളിക്ക്, കളിക്ക്. തോറ്റ്, തോറ്റ്. സംഭവമൊക്കെ ശരിയായിരുന്നു. ഇത് ആളുകൾ കണ്ടാൽ പറയും മുതുകൂത്താട്ടം പറയും. ആ നീ എന്ത് കളിക്ക്, കളിക്ക്. ഒരു പ്രാവശ്യം കളിച്ചു ചിലപ്പോ പെട്ടിയെടുത്ത പൊക്കളെ അമ്മ. അത് ജോലിയൊക്കെ തീർക്കണം. ഇവിടെ ഒരു കുട്ടിയുണ്ട്, അതിനെ കൂടെ വിളി. അമ്മ, തങ്കം ഓടി വാടി. നീ കളിക്കാൻ പോവാണ്. വാ, വാ. അവക്ക് അവിടെ ജോലി 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 കഴിഞ്ഞിട്ട് അവക്കൊന്നും എന്താ പിന്നെ ഒരു സന്തോഷിക്കാൻ ഉപ്പുമാവ് സമയമില്ല. ഉണ്ടാക്കണ ഭയങ്കര ജോലിയാണ്. ബാക്കിയൊക്കെ നീ 3 നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കളെ ഇങ്ങോട്ട് വാ. അമ്മ. നീ വാ നീ. നീ വാണേ. ഇന്നേരം ഒന്ന് സന്തോഷിക്കാം മക്കള് വാ. നീ വാ. നമ്മ കടലിൽ പോ, ബീച്ച് പോ, ബീച്ച് പോ. വാ വാ. കടലിൽ പോകുന്നുണ്ട്. പോ. നീ ഇങ്ങ് കയറ്. എനിക്ക് പേടി, ഞാൻ കയറൂല. കേറ്, ഞാൻ ഇവിടെ തള്ളി വിട്ടേരാ. കേറി. ആ, പോട്ടെ, ആ, പോട്ടെ. ആ, കയറ്, വാ. അമ്പോ. പറഞ്ഞു വിടാം. മൂന്ന് നിങ്ങളാണ് ജമന്തി തങ്കം. വാ, വാ. വാ, വാ, വാ. പറഞ്ഞോട് കാര്യം പറഞ്ഞോട്. ഇത് വരെയാണ്. അതിനപ്പുറം എന്താ ചെയ്യാൻ പോണെന്ന് പറയും. കര കടൽ. കര കടൽ. ഇത് കര. കടൽ എന്ന് പറയുമ്പോ ഇങ്ങോട്ട് ചാടണം. അമ്മ കര കടൽ എന്ന് പറയും. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കളിച്ച കളി വേറെ വല്ല കളി. റെഡി. 1 2 3 4. കടൽ പറയുമ്പോ കടൽ കര കടൽ കര കടൽ ചാടണേ കടൽ കര 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 കര. അല്ല വേറെ കാര്യമുണ്ട്. ഇത് ഇങ്ങനെ ഇതേ കളിച്ചാൽ അങ്ങനെയാണ്. എവന് ജമന്തി തങ്കം. ഞാനും അമ്മ. അതെ, 3ാം ക്ലാസ് മുതൽ കളിച്ചാൽ ഞാനും അമ്മയും കൂടെ കളിക്കാം. ഞാനും അമ്മയും ടീം. അമ്മ, അമ്മ. ആ, ഞാൻ പറയാം. ആ. കടൽ, കടൽ കര, കര കര. അമ്മ കടലിൽ വീണു. അമ്മ കടലിൽ വീണു. ഇതിലെ സംഭവിച്ചാല് എനിക്ക് സന്തോഷമായി. അമ്മ എനിക്ക് സന്തോഷമായി. അങ്ങനെ ആദ്യമായിട്ട് എന്റെ അളിയന്റെ ശരീരം ചെറുതായിട്ട് നനയും. ഇപ്പോഴാണ് ഈ വിധ കളിയൊക്കെ ഫോണിലെ കളിക്കല്. ഇരുന്നിട്ട് ഓരോരോ കളി. പണ്ടത്തെ കളി എന്നൊക്കെ പറഞ്ഞ വേർത്ത് ശരീരമൊക്കെ ഇളകി പാടവും തോടും നാടും ഗ്രാമം ഒക്കെ ഓടിച്ചാടി നടന്ന കളികളാണ്. അതെ അതെ നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കും 70s കളിച്ചാണ് ഓർമ്മ. അതൊക്കെ നല്ല സാധനമാണ്.
ഈ കല്ല് അടുക്കി വെച്ചിട്ട് കളിക്കണ പന്തിട്ട് എറിഞ്ഞിട്ട് എടാ, അത് ചട്ടിപ്പന്ത് കളി. ആ, ഞങ്ങളൊക്കെ നാട്ടിലെ ചെറുപ്പത്തിൽ അതിന് ചട്ടിപ്പന്ത് കളി എന്ന് പറയാം. ഞാൻ പറഞ്ഞുതരാം. 7 ചട്ടി കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച് പന്ത് കൊണ്ട് ഇങ്ങനെ എറിഞ്ഞു കളിക്കണ കളിയല്ലേ? അല്ല ഞാൻ ചോദിച്ചത് അമ്മാവന്റെ നാടെന്ന് പറഞ്ഞാൽ ഇവാണ്ടയിലൊന്നും അല്ലല്ലോ, നിങ്ങൾ കേരളത്തിലുള്ള കളിയാണ്. ഇപ്പോഴല്ലടാ നിങ്ങൾ ഈ 70 എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അന്നൊക്കെ ഞങ്ങൾ 7 പറയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ രണ്ടും നല്ല ബലവാന്മാര്, ഇവർ 2 പെമ്പിള്ളേരും അതും കൂടെ ആവുമ്പോൾ ശരിയാവും. മതി, എനിക്ക് അതൊരു ശരി. അവര് 3 പെണ്ണുങ്ങളും നമ്മളാണ്. കളവന്മാരുടെ ടീം നീയും കളയല്ലേ. ഇതിന് പകരം നമ്മൾ കളിച്ചു. ഒരു മിനിറ്റ് ഒന്നും കൂടി ഒന്ന് പറയൂ. ഒറ്റ പ്രാവശ്യം കൂടി. എന്തോന്ന് 2 ടീമുണ്ട്. തിരിച്ചല്ലോ. 2 ടീം തിരിച്ചല്ലോ. അപ്പൊ കനക മാമ ഒരു എറിയുമ്പോ കല്ല് വീഴും. പിന്നെ അത് വെക്കാൻ നിങ്ങളെ സമ്മതിക്കരുത്. ഞങ്ങൾ വെക്കാൻ ശ്രമിക്കും. ബോളും കൊണ്ട് ഞങ്ങൾ എറിയണം. കളി തുടങ്ങുമ്പോ ഒരു കാര്യം, കള്ളക്കളി പാടില്ല. ഇപ്പഴേ കള്ളക്കളി വരെ പോയി നിൽക്കടാ. അവിടെ അപ്പുറത്ത് നീങ്ങി അങ്ങോട്ടേക്ക്. മുള്ളി കൊണ്ടാ എനിക്കറിയാം. പക്ഷെ ഈ വരയെ കൊണ്ടോ നിനക്ക് അറിയില്ല. അത് വര ഉണ്ടാവും. ചേച്ചി ഇവര് രണ്ടെണ്ണാണ് കളിക്കുന്നത്. കള്ളപ്പുറത്ത് അമ്മ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കള്ള കളിക്കില്ല. ഹവിൽദാരന്മാരാണ്. കനക, നീ ആദ്യം പറഞ്ഞു. ജയിക്കുന്ന ടീമിന് 500 രൂപ ചമ്മ തരും. അത്രയും വേണോ? 3 പേര് 100 രൂപ ചെയ്താൽ മതി. 300 ടീമിന് 300 രൂപ. അത്ര വലിയ കളിയൊന്നും അല്ല. 300 നമുക്ക് പൊളിക്കണം. ഇത് ക്രിക്കറ്റ് കളിയല്ല, നീ ഇങ്ങനെ ഉരുട്ടാനും തുടക്കാനോ. അതെങ്ങനെയെങ്കിലും അവൻ കളിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കടാ പ്രാർത്ഥിക്കടാ. കൊണ്ട് ഞാൻ അറിയാം. മാറി ഞാൻ അറിയാട്ടാ. നോക്കിക്കോ. പൈസ എടുത്തോ. നമ്മുടെ ടീമിനെ പറ്റി പറഞ്ഞത്. നമ്മുടെ എന്തൊക്കെ ചെയ്യും? ഒരു കളിയല്ല, അതല്ല. ഇനി നിങ്ങൾ എറിഞ്ഞു വിളിക്കണം. തിരിച്ചു വീട്ടാൻ സമയമുണ്ട്. ഒരു കളിയൊന്നുമില്ല. അടുത്ത കളി ഇനി നിങ്ങൾ ഞങ്ങൾ പിടിക്കും. കനക കനകനെവിടെ? കനക വാ, അടുത്ത കളി. കനകനെവിടെ? എടുത്തു നോക്കടി. പൊട്ടി പൊട്ടി മാമന്. ഇല്ല, ഇനി ഒരു കളിയുണ്ട്. ഇനി നിങ്ങൾക്ക് കയറുണ്ട്. നിങ്ങൾ അറിയണം. കനക വാടാ. ഇനി അവരറിയട്ടെ. നമുക്ക് അവരെ വിളിക്കാം. വാ വാ. എന്തേ? അയ്യോ, എന്റെ കാല് പോയേ. നോക്കിട്ട് വേണ്ട ഓടി കളിക്കാൻ. ഒന്നും പറ്റിയിട്ടില്ലടാ. തൊലി പോയതേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അത് തുടല്ലേ. ഇതിന്റെ എല്ല് പൊട്ടിയിരിക്കാ. അങ്ങനെയാണെങ്കിൽ 108ലേക്ക് വിളിക്കടാ. എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോയില്ലേ? ഈ അമ്മ എന്തോന്നാ പറയണത്? ഈ തുമ്മളതിനും തുപ്പളതിനും ചുമക്കണതിനും ഈ കണ്ണി പൊടി വീണതിനും നഗളതിനും നല്ല ആംബുലൻസ് 108 ഒക്കെ വരാനുള്ളത്. അതിൻ്റെതായ ഒരു അപകടം നടക്കണം. അപ്പൊ വിളിച്ചാൽ അവര് വരും. എടാ പിന്നെ എന്താ ചെയ്യപ്പത്? അവിടുന്ന് വലിയായിട്ട് ഒന്നുമില്ല. ഞാൻ എന്റെ ആളല്ലേ. ഇതിൽ കൂടെ കുടലൊന്നും വെളി വന്നിട്ടില്ലല്ലോ അമ്മ. കേശവ മരിച്ചെങ്ങനെ അമ്മ? ഇതുപോലെ കാലിന് തുമ്പ് മുറിഞ്ഞിട്ട് അവസാനം കാല് മുറിച്ചടന്നില്ലേ? അവന് ഷുഗർ ഇല്ലായിരുന്നു. ഷുഗർ എനിക്ക് ഷുഗർ കാണും. കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ വെക്കല്ലേ. പോണത് തൊലി നീങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊന്നും ഇങ്ങോട്ട് ചീന്തി കളഞ്ഞിട്ടില്ല. ഇച്ചിരി വെള്ളം എടുത്തിട്ട് ആര് തുടങ്ങ? എന്നെ ഡോക്ടർ വിട്ടാൽ മതി.
ഡോക്ടർ ആശുപത്രി കൊണ്ടുപോ. ഇതിനാശുപത്രി പോണ കൊള്ളാം. എടാ ഇത് ഇവിടെ എന്തൊരു- അതിനുവേണ്ടി ഒന്നും ഇല്ല ഇത്. നീ പറഞ്ഞ ഇച്ചിരി ഡെറ്റോൾ വെച്ചൊന്ന് കഴുകിട്ടെ ആ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ അല്ലെങ്കിൽ ഓയിൽ അത് അവനവന്റെ കാര്യം പറയുമ്പോ അങ്ങനെ ചെയ്താൽ മതി. എന്നെ ആശുപത്രി കൊണ്ടോ, എന്നെ ആശുപത്രി കൊണ്ടോ. എടാ, ഇതിന് പോണോ ഫാസിലിന് വേണ്ടി, ഫാസിലിന് വേണ്ടി അവനെ കൊണ്ടുപോകും. വലി വേണ്ട എന്നാ ഞാൻ കൊണ്ടുപോവാ വാ. എണീ. ഹേയ്. എന്ത് വേദന അടുത്ത് കൂടെ പോകാൻ പറ്റില്ല. പോയിട്ട് വരാൻ ഞാനിവിടെ പോയിട്ട് തങ്കം വെള്ളം വെള്ളം എടുത്തിട്ടോ. എന്തിനാടാ ഈ സമയത്ത് വെള്ളം വെള്ളി? ഓ എനിക്ക് ആ ഓടിയപ്പത്തിന് കഴുത്ത് വിളിക്കുന്നു. ചേച്ചി ഇനി ഹോസ്പിറ്റലിൽ എങ്ങാനും കിടത്തി കാണൂ. അത് അതിൻ്റെ ബാക്കി. എൻ്റെ വേണേ ആ ചെറുക്കന് എപ്പോഴും ഉള്ളത് അത്. എന്തെങ്കിലും അടുത്തേ കൂടി പോയാൽ മതി തുള്ളിക്കൊണ്ട് ഓടാൻ. ഒരു പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോ ഉണ്ടല്ലോ ഓടി കളിക്കും. ഓടി കളിച്ചിട്ട് കാല് തട്ടി മറിഞ്ഞ് വീണ് ചോര കണ്ടെങ്കിൽ പിന്നെ തീർന്ന്. അപ്പോഴത്തോട്ട് നിലവിളി, അമ്മയെ കാണണേ അമ്മയെ കാണണേ. പിന്നെ സാറന്മാർക്ക് ബുദ്ധിമുട്ടായ ആളയച്ച് എന്നെ വിളിപ്പിക്കണം. ആ അതേ വരുന്നുണ്ട്. മുഖം എപ്പോഴും ചളിങ്ങിയിരിക്കണേ. എന്തായി? പതുക്കെ പതുക്കെ ഇറങ്ങി. മെല്ലെ മെല്ലെ ഇറങ്ങി മെല്ലെ ഇറങ്ങി. ഇളക്കല്ലേ ഇളക്കല്ലേ. പതുക്കെ. ആ ചേട്ടൻ പറ. ഒക്കെ വന്നാ പതുക്കെ പതുക്കെ. കാല് ഊന്നില്ലേ? ഞാൻ എടുക്കണോ? എടുക്കാം. വീൽ ചെയർ എടുക്കണോ? തോളിലെടുക്കണോ? തോളിലെടുത്താലോ? കാല് കുത്തല്ല, നീര് വരും. ഇവിടെ എങ്ങാനും കൊണ്ടുവന്ന് ഇരുത്തിക്കാം അവനെ. അതെ അതെ. ഓ ഒന്നും പറയണ്ട. ഇവിടെ ഇരിക്കടാ. ശരീരം ഇളകരുത് എന്ന് പറയാട്ടോ. ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും. എന്ത് പറഞ്ഞു ഡോക്ടർ? എന്ത് പറഞ്ഞു? ഓ കൊണ്ടായത് നന്നായിടി. ഇരുന്നോ അവിടെ ഇരുന്നോ. അതെ അധികം നേരം നിക്കണ്ട. വലിയ പ്രശ്നമാണ് കേട്ടോ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമാവും ഇത്. ഷുഗർ നോക്കിയാ? പിന്നെ ഷുഗറൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ വെച്ച് മുറിച്ച് മാറ്റേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കാലില്ലെങ്കിൽ നമുക്ക് STD ബൂത്തെങ്കിലും തുടങ്ങി അവിടെ ഇരുത്തായിരുന്നു. ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്നാണ് കാരണം അടുത്ത ആഴ്ച ഡേറ്റ് പറഞ്ഞില്ലടാ ഓപ്പറേഷന്. തമാശ പറയണ കാര്യമായിട്ടാണോ? എൻ്റെ അമ്മ ഇവന് ഒരു കുഴപ്പമില്ല. മര്യാദയ്ക്ക് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു ഇച്ചിരി ആ കമ്മ്യൂണിസ്റ്റ് വെച്ച് ഉറച്ച് വയ്ക്കാൻ. ആടാ ഡോക്ടറെ മുമ്പ് നാണം കെട്ടെന്ന് പറഞ്ഞാൽ മതി. ആ ഷാനവാസ് ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിക്കണേ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇത് ആയിരുന്നു? എത്ര പേരാണെന്ന് അറിയോ? ഇവന്റെ ഒരു ഒറ്റ പിടിപാട് കൊണ്ടാണ് ആദ്യം പിടിച്ച് കയറ്റിയത്. എന്ത് ജനം നിന്നറിയാമോ? അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മളെ വെള്ളം കണ്ടുകൊണ്ട് ഡോക്ടറെ പതൊക്കെ കൈയണിച്ച് കയറ്റി നോക്കിയിട്ട് അയാൾ ചിരിക്കുന്നു. ഇതെല്ലാം പോട്ട് ഒരു സിസ്റ്റർ വന്നൊരു TT എടുക്കാൻ വേണ്ടി TT എടുക്കണമെന്ന് TT എടുക്കേണ്ടത് പോയപ്പോൾ അവൻ്റെ വിളിയും ബഹളവും കേട്ട് അവിടെ മറ്റേ കുറെ കൊച്ചു പിള്ളേർ പോളിയോ എടുക്കാൻ വന്നിരുന്നു. അതുങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിച്ച് കരഞ്ഞോണ്ടെന്നെല്ലാം വിളി നിർത്തി അവൻ്റെ വിളി കേട്ടിട്ട്. പണ്ട് ഇങ്ങനെ ഇഞ്ചക്ഷന്റെ സൂചി കണ്ടെങ്കിൽ തീർന്നു. പിന്നെ കഷ്ടം. നാണല്ലിടാണ്. എൻ്റെ ഹവീൽദാർ മാമ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ ഒരു പരാജയം ഇവൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വിജയങ്ങളായിരുന്നു. അളിയാ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും പേടിക്കാൻ തളരുകയും ചെയ്യരുത്. നീ ഞങ്ങളെയൊക്കെ കണ്ട് പഠിക്കും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ്ടാ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്നാൽ ജലപീരങ്കിയായ എന്ത് കണ്ണീർ വാതകമായ എന്ത് വേണമെങ്കിലും നെഞ്ച് വിരിച്ച് നിൽക്കും. നീയേ നമ്മുടെ പാർട്ടിയിലോട്ട് വാ. കുറച്ച് ദിവസം നമ്മുടെ പാർട്ടിയിലൊക്കെ നിന്ന് ഈ പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിനക്കൊരു ധൈര്യമൊക്കെ പരിപാടിയാ. കഷ്ടം തന്നെ ഇങ്ങനെ ഒരു ലോക പരാജയം. അയ്യോ ഇവനെയൊക്കെ ആണെന്ന് പറയാൻ നാക്കിന് മാത്രമേ ഉള്ളൂ. ഇവിടം വരെ കൊണ്ട് എത്തിച്ചു. മനുഷ്യൻ അങ്ങനെയല്ലേ? അയ്യോ ക്ലീറ്റോ. ദൈവമേ ഇത് ഞാൻ പണി ഇറങ്ങി വരുമ്പോ അവിടെ നിൽക്കൊണ്ട് സ്ലിപ്പായി പോയി. കഷ്ടം. എന്തായാലും പറ്റിയാ? കാലനക്കം ചേച്ചി കുഴ തെറ്റിയെന്ന് കുടലൊന്നും വിളിയൊന്നുമില്ലല്ലോ. കുടല് വിളിയൊന്നുമില്ലല്ലോ. അല്ല കുഴ തെറ്റിയിട്ട് കാലിന്. ഓ കുട തെറ്റിയാ പൊട്ടച്ചുക്കാ വേണ്ടി തടവി കൊടുത്താൽ എന്നാ ചേച്ചി ഇത്തിരി തൈലെടുത്ത. 108 വിളിക്കും. 108 എന്തിന്? പൊട്ടലുണ്ട്. എടാ 108 വിളിക്കുന്നതേ കണ്ണി കരട് വീഴുമ്പോഴും നഖോടിയുമ്പോഴും അല്ല, വലിയ അപകടം പറ്റുമ്പോ അമ്മേ. ജലപീരങ്കി വന്നാൽ സഹിക്കും, പിന്നെ കണ്ണീർ വാതകം വന്നാൽ തടുക്കും. 15 കൊല്ലാറ്റ് കയറി ഇറങ്ങുന്ന പടി കണ്ടില്ലേ? എന്തൊരു എടാ നേരത്തെ എന്റെ കാലത്ത് മുറിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് കളിയാക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? അവനോട് വരും പറയാൻ എന്റെ പാട്. Alien versus Alien.